പനിയായിട്ടിരിക്കുക കേട്ടോ. കുറച്ച് ദിവസമായിട്ടോ. തീരെ വയ്യാണ്ടായപ്പോൾ അന്നൊരു വൈകിട്ട് ഡോക്ടറെ അടുത്തോട്ട് പോയതാണ്. കഴിഞ്ഞ് ഡോക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ റൗണ്ടിലോട്ട് വണ്ടികളൊന്നും കയറ്റുന്നില്ല. എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ റാലി കുറേ പോകുന്നുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ എൻ്റെ കേരളം പരിപാടിയുടെയാണെന്നുള്ളത്. അപ്പോൾ അന്ന് സ്റ്റാർട്ടിങ് ആണ്. അന്നായിരുന്നു എൻ്റെ കേരളം പരിപാടിയുടെ ഉദ്ഘാടനം. ഇതിന് മുന്നേ നമ്മുടെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചൊക്കെ പോയി. ഒരു 2 ദിവസം മുന്നാണെന്ന് തോന്നുന്നു. എനിക്ക് അന്നും ഇതുപോലെ ബ്ലോക്ക് തന്നെയായിരുന്നു. ബ്ലോക്കല്ല, വണ്ടികളൊന്നും കടത്തിയൊന്നും വിട്ടിരുന്നില്ല റൗണ്ടിലോട്ട്. പക്ഷെ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ തെക്കിങ്ങാട് ആ ഭാഗത്തായിരുന്നു സ്റ്റേജ്. അപ്പം നമ്മൾ ബൈക്കാരൊക്കെ എങ്ങനെയെങ്കിലും വെട്ടിച്ചൊക്കെ വരുമല്ലോ, അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുഖ്യമന്ത്രീനെ അന്ന് കണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് എൻ്റെ കേരളം പരിപാടിയുടെ ഉദ്ഘാടനം. അപ്പം ജസ്റ്റ് ഒന്ന് എക്സിബിഷൻ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയൊരു റാലിയൊക്കെ ആയിരുന്നു. കുറേ നേരം ഒക്കെ കഴിഞ്ഞാണ് അത് കഴിഞ്ഞത് തന്നെ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എക്സിബിഷനൊക്കെ കാണാൻ ഇറങ്ങി. ഡോഗ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് നമ്മുടെ അമൃത സുരേഷിൻ്റെ അമൃതം ഗമയുടെ പരിപാടി ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല പാട്ടും കാര്യങ്ങളും ഇത്രയും ഗംഭീരമാവുന്നു. പക്ഷേ എനിക്ക് അമൃത പാടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആളും അത്യാവശ്യം നല്ലൊരു സിംഗറാണല്ലോ. എനിക്ക് അമൃത പാടിയ എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഭയങ്കര ആൾ പാടുന്ന സോങ്സൊക്കെ ഭയങ്കര രസം, ബ്യൂട്ടിഫുള്ളാണ്. കേൾക്കാനായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്റ്റേജ് പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്. കൂടുതൽ മെയിനായിട്ടുള്ള ഓരോരോ പരിപാടികളും അവിടെ നടക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഇനി 23-ാം തീയതി ഐ തിങ്ക് അന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഡേ അന്നാണെന്ന് അറിയില്ല. ബട്ട് 23-ാം തീയതി നമ്മുടെ തെക്കിങ്ങാട് ബാൻഡും അതുപോലെ ആട്ട കലാസമിതിയുടെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് വൈകിട്ട്. ഇതേ സമയത്ത് ഒരു 7 മണി നേരത്താണ് സ്റ്റാർട്ടിങ്. 7 മണി 6 മണിയോ കുറച്ച് നേരത്തെ വന്നേക്കുക. അന്ന് എന്തായാലും നല്ല തിരക്കുള്ളൊരു ദിവസമായിരിക്കും. കാരണം ആട്ടം കലാസമിതിയും അതുപോലെ തെക്കിങ്ങാട് ബാൻഡും അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഫ്യൂഷനാണ്. അപ്പം എന്തായാലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ കുറച്ച് സീറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തേക്ക് വന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ബാക്കിലൊക്കെ നിന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ 23-ാം തീയതിയാണ് പരിപാടി, മറക്കണ്ട. വന്ന് കണ്ടേക്ക്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.